ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ മെലൺ മുജിറ്റോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ നമ്മൾ വാട്ടർ മെലൺ എന്ന് വിളിയും. നിങ്ങളുടെ അവിടെ എന്തിട്ടാന്ന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ. ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ സോഡ, ഇതൊക്കെ സോഡ, പിന്നെ ഒരു നാരങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസും പിന്നെ ഒരു മിക്സിയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ തണ്ണിമത്തനൊന്ന് അടിക്കണം. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ കുഞ്ഞാവൊക്കെ എവിടെയാണ്? അപ്പോൾ കുഞ്ഞാവൊക്കെ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ ആദ്യം മുറിക്കണം ഗൈസ്. ഗൈസ് ഒന്ന് മുറിക്കണം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നമുക്ക് മുറിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ നാരങ്ങ മുറിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് കഴുകിയെടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ നമുക്ക് തണ്ണിമത്തൻ മാത്രമായിട്ടൊന്ന് ഗ്ലാസ്സിലിട്ടുണ്ട്. നമുക്കൊരു തണ്ണിമത്തൻ മാത്രമായിട്ട് നമുക്കൊന്ന് അടിക്കണം. അടിക്കണ കുറച്ച് പഞ്ചസാര എടുക്കണം. പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ആണ് പഞ്ചസാര. നമുക്ക് പഞ്ചസാര ഇടണം. ഞാനിതൊന്നും ഇവിടെ വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ കാണണമെന്ന് ചോദിക്കണം. പഞ്ചസാര നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട ഗൈസ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. ഞാൻ പക്ഷെ 3 ഇടും ഗൈസ്. അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞിട്ട് ഗൈസ്, ഇത് പിഴിഞ്ഞിട്ട് ശബ്ദം നല്ല ശബ്ദമാണ്. നമുക്ക് പിഴിഞ്ഞിട്ട് കാണാം ഗൈസ്. പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ സോഡ നമുക്ക് പൊട്ടിക്കണ്ട. ഇപ്പോൾ നമ്മളിപ്പോൾ സോഡ ഫ്രിഡ്ജിൽ വെക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ അത് ഈ മിക്സ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. കണ്ട ഗൈസ്, കളർ കാണാൻ പറ്റുന്നതായിരിക്കുന്നു. നമുക്ക് സോഡ തുറന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് തിരിച്ച് ഒഴിക്കണം ഗൈസ്. ഇതൊന്ന് ഇവിടെ വെച്ചോക്കട്ടെ ഗൈസ്. ഹലോ കാണുന്നു ചോദിക്കണം. നമുക്കിതൊന്ന് തുറക്കട്ടെ. തുറന്നു. നമുക്കിത് അതിനു മുമ്പ് നമ്മളൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി അത്യാവശ്യം മണമുണ്ട്. നമുക്ക് ഒരു നാരങ്ങ നമ്മളിങ്ങനെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഷീറ്റ് ഗൈസ്, കുരു അതിൻ്റെ ഉള്ളിൽ പെട്ടു ഗൈസ്. പൂഞ്ഞ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബൈത്തെ. നമുക്കിതൊന്ന് ഇത്തിരി പിഴിഞ്ഞാൽ മതി. അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കിട്ടാനാണ്. ഇത്തിരി പിഴിഞ്ഞിട്ട് അടുത്തത് അപ്പുറത്തെ ഗ്ലാസ്സിൽ ഈ കുരു അടുത്തത് കളയട്ടെ. നമുക്ക് നിങ്ങൾക്ക് കാട്ടില്ല ഗൈസ്, ക്ലിയർ പിഴിയണ വ്യൂ. പിഴിഞ്ഞുണ്ട് ഗൈസ്. ഇതിൽ ഏറ്റവും കൂടുതൽ എഴുതിയോ 2 വരെ അല്ലവാന്ന് വിചാരിക്കാം. നമുക്ക് സോഡ എടുക്കാം ഗൈസ്. ഒരു പ്രശ്നം പറ്റി ഗൈസ്. സോഡ തുറക്കാൻ പറ്റില്ല. തുറന്നിട്ട് കാണാം ഗൈസ്. അയ്യോ ഗൈസ്, നമുക്കിപ്പോൾ നമ്മുടെ ശക്തിമാനായ ചേട്ടനെ കൊടുക്കാം അത് തുറക്കാൻ. അയ്യോ വാതിലടച്ചിട്ടേക്കാണ് ഗൈസ്. ഇതൊന്നൊന്ന് തുറന്ന ചക്കം ഫ്രീ ഫയർ കളിക്കാണ്. തുറന്നു ഗൈസ്. തുറന്ന് നമ്മുടെ ശക്തിമാൻ ചേട്ടൻ തുറന്നു ഗൈസ്. നമ്മുടെ ചേട്ടൻ ശക്തി ഉണ്ട് ഗൈസ്. നമുക്ക് അത്ര ഇല്ല. സോഡ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ സിമ്പിളാട്ടാ. നമുക്ക് ഇതൊന്ന് അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അരിക്കണ്ട ഗൈസ്. ചായക്കാരൻ മാധവന് സ്പൂണോടെ സ്പൂൺ വെച്ചിട്ട് കളഞ്ഞു ഗൈസ്. എനിക്കൊന്നും ഈ പണി തരാൻ പാടില്ലായിരുന്നു ഗൈസ്. ഇതൊന്ന് ഒഴിക്കണ്ട കേട്ടോ ഗൈസ്. ഒന്ന് ക്രീം പോലെ ഗൈസ്. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ കളർ ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ് ഞാൻ അളവൊന്ന് നോക്കട്ടെ. ഒരളവാണ് ഗൈസ്. ഇനി നമ്മുടെ സോഡ വെച്ച് കൊടുക്കാം ഗൈസ്. പതിയാണ് ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്. അയ്യോ
ഗൈസ് സംഭവം റെഡി ഉണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. നമുക്കത് ട്രൈ ചെയ്യാം. പോകട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടന് കൊടുക്കാം. ചേട്ടൻ കുടിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാം. ചേട്ടാ അത് കുടിച്ചിട്ടൊന്ന് പറഞ്ഞേ ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ. എന്നാലാണ് നമുക്ക് സന്തോഷം വരണു. അതിനുണ്ട് ഇഷ്ടായ സൂപ്പർ സാധനമാണ് പറഞ്ഞത്. നമുക്ക് കുടിച്ചു നോക്കാം. ഐസ് കുഴപ്പമില്ല, പക്ഷേ ചിരി മധുരം ഇടണമായിരുന്നു. കാരണം തണ്ണിമത്തന്നെ മധുരം കിട്ടണില്ല. നല്ല ടേസ്റ്റ്. മധുരം ഇത്തിരി കുറഞ്ഞു. മധുരം നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് അധികം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ